അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെക് വൈബ്സ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്യൂവൽ ഫ്ലോട്ട് മാറ്റുന്നതെന്നാണ്. ഇതാണ് ഇത്. ഞാൻ മീറ്റർ കഴിച്ചാണ് ഇത് ഓണാക്കിയാൽ ഒരനക്കമില്ല. ചാവി ഓണാക്കി അനങ്ങൂല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ ഫ്ലോട്ട് പോയതാണ്. നമുക്കിതിങ്ങനെ റിമൂവ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്ലോട്ട്. ഓൾറെഡി ഞാൻ നെറ്റൊക്കെ അയച്ചു വെച്ചതാണ്. ഇതുപോലത്തെ നെറ്റ് ഉണ്ടാവില്ലേ, ഇതുപോലത്തെ നെട്ട് ഇതിൻ്റെ വാഷറുണ്ടാവും. അത് നമ്മൾ അയച്ചെടുക്കണം. അത് നമ്മൾ അയച്ചെടുത്താൽ ഇതിങ്ങനെ നേരെ ഇങ്ങനെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇവിടെയുള്ള പ്ലഗ് അങ്ങ് ഊരുക. അപ്പോൾ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇവിടെ മാറ്റി വെക്കാം. ഞാൻ ഇതിൻ്റെ പുതിയ ഫ്ലോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇതിന് 320 രൂപയാണ്. ഇതാണ് പുതുപുത്തൻ സാധനം. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് ഇതുപോലത്തെ പ്ലഗ് മറ്റേ കഴിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അയച്ച് വെച്ചെടുക്കുന്നത് ഈ പ്ലഗ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിവിടെ ഇങ്ങനെ പ്ലഗ് ചെയ്യുക. ഇത് നമുക്ക് ഫ്ലോട്ടിൻ്റെ പ്രശ്നമാണോ അതോ നമ്മൾ മീറ്ററിൻ്റെ പ്രശ്നമാണോ നോക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം പച്ച വയറും ഈ കറുപ്പ് വയറും ഒന്ന് ഇങ്ങനെ ഇങ്ങനെ മുട്ടിച്ചിട്ട് ഇവിടെ വെക്കുക. അല്ല വെക്കണ്ട, അത് നമ്മൾ ചാവി ഓണാക്കണം. ചാവി ഓണാക്കിയിട്ട് ഇത് രണ്ടും കൂട്ടി മുട്ടിക്കുക. അല്ലെങ്കിൽ പച്ച വയർ ഈ ബോഡീൻ്റെ വരമ്പ തൊടിപ്പിക്കുക. ഏതെങ്കിലും ഒന്ന് ചെയ്യണം. നമുക്കിത് രണ്ടും ഇങ്ങനെ കൂട്ടി മുട്ടിച്ചാൽ ഇതിങ്ങനെ പോവും. നമ്മൾ വിടുമ്പോൾ വേക്കോട്ട് പോവും, കൂട്ടി മുട്ടിക്കുമ്പോൾ മുന്നോട്ട് പോവും. നമ്മൾ ഫുള്ള് പോയി നിൽക്കും. ഫുള്ളിൽ പോയി നിൽക്കുന്നുണ്ട്. ഈ പച്ച വയർ നമ്മൾ ഈ ബോഡീന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ തൊടിക്കുമ്പോൾ അത് പോവും. വിടുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് എടുത്ത് ഇത് ഫുള്ള് താപ്പി ഇങ്ങനെ മുട്ടിക്കുമ്പോൾ ഇതിങ്ങനെ പോകും. അപ്പോൾ നമുക്കിന്ന് മനസ്സിലാക്കാം, മീറ്ററിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഫ്ലോട്ട് തന്നെയാണ് പോയത്. നമുക്ക് പുതിയ ഫ്ലോട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് പുതിയ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇതാണ് സാധനം. നമ്മളിതിങ്ങനെ ഇതിൻ്റെ വയറിങ്ങനെ പ്ലഗ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതാണ് ഫ്ലോട്ട്. നമ്മളിതിങ്ങനെ പതുക്കം മേലോട്ട് ഇതിൻ്റെ സിസ്റ്റം ഇതാണ്. ഇത് പെട്രോളിൽ ഇങ്ങനെ പൊന്തിക്കിടക്കും, തോണി പോലെ ഇങ്ങനെ പൊന്തിക്കിടക്കും. ഇതിൻ്റെ ഫുള്ള് സീൽഡായിരിക്കും ഇത്. ഇതിങ്ങനെ പതുക്കെ ഇതിങ്ങനെ പൊന്തിച്ച് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊന്തും. കുറച്ച് പൊന്തിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ മേലോട്ട് കയറും. അപ്പം നമ്മളിത് ഇങ്ങനെ വെച്ചത് ഫുള്ളാണ്. ഇത് ഫുള്ളിലാണ് കിടക്കുക. അപ്പോൾ ഇതിങ്ങനെ കയറി ഫുള്ളിൽ പോവും. അപ്പോൾ ടാങ്ക് ഫുള്ളിലായി നിന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫുള്ളായി. ഇനി ഇതിങ്ങനെ പൊന്തിച്ച് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ താണു വരും. നമുക്കങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. അതിന് നമ്മൾ പ്ലഗ് ഊരണം. ഇതുപോലെ പറയാൻ വിട്ടുപോയി. നമ്മൾ പഴയ ഫ്ലോട്ടിൽ നിന്ന് ഇതുപോലത്തെ റബ്ബർ എടുത്ത് ഇതിലേക്ക് ഇടണം. പുതിയ ഫ്ലോട്ടിന് ഓയിൽ തരുന്നില്ല. അപ്പം ഇതിങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ ഇടുക, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് സർക്കിൾ ചെയ്ത് ഈ ഭാഗം ഇങ്ങനെയുള്ള ഈ വയർ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരണം. ഇങ്ങനെ വന്നാൽ റൈറ്റ് സൈഡിലേക്ക് ഇത് വരണം, ഈ വയർ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വെക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ പൊസിഷൻ. എന്നിട്ട് നമുക്കിത് ഫുള്ള് നെറ്റിടാം. ഇതാണ് നെറ്റ്. ഒരു വാഷറോ നമുക്കിത് 4 അടിക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മളിത് ഫുള്ള് ഇങ്ങനെ മുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് പ്ലഗിൻ ചെയ്യാം. നമുക്ക് റീഡിങ് കാണിക്കുന്നുണ്ടോ നോക്കാം. അപ്പം നമ്മളിത് ഓൺ ചെയ്താൽ സെറ്റാക്കി വെക്കട്ടെ. നോക്കാം, ഇത് ഓൺ ചെയ്താൽ ചാവി ഓൺ കീ ഓൺ ചെയ്താൽ ചെറുങ്ങനെ കുറച്ച് മേലോട്ട് വരുന്നുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ എണ്ണ കുറവാണ്, ഞാൻ എണ്ണയെല്ലാം ഊറ്റിയെടുത്തത്. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പില്ലേ, ഫ്ലോട്ടെല്ലാം വരുമ്പോൾ അതിൽ ഫുൾ ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എണ്ണ എടുത്ത് വെക്കുക. പിന്നെ ആവിയായിട്ട് കുറച്ച് അധികം എണ്ണ ആവിയായിട്ട് അങ്ങ് പോകും. അന്നേരം നമുക്ക് കിട്ടൂല. കുറേ ആവിയായിട്ട് പോയാൽ നമുക്ക് നഷ്ടമല്ലേ. അതുകൊണ്ട് ഞാൻ വലിച്ച് കുപ്പിയിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ ടാങ്കിൽ കുറച്ച് എണ്ണ ഉള്ളു, ഒരു തുള്ളി എണ്ണയായിട്ട് ഇതുണ്ടോ, ഇതേ ഞാൻ കുലുക്കി കാണിച്ചു. നിങ്ങളെ നോക്കൂ, തുള്ളി എണ്ണ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി പറഞ്ഞാൽ ഇത് കുറച്ച് മുകളിലോട്ട് വരും. അപ്പം നമുക്ക് ബാക്കി എണ്ണയും കൂടി പറഞ്ഞിട്ട് കാണാം. ഫസ്റ്റ് നമുക്ക് റീഡിങ് നോക്കാം. ഞാൻ കീ ഓൺ ചെയ്യാണ്. റീഡിങ് കാണിക്കുന്നുണ്ട്. 1 ലിറ്ററിലല്ല 3/4 ലിറ്ററിലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്ര റീഡിങ് കാണിക്കുന്നത്. 1 ലിറ്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മേലോട്ട് കാണിക്കും.